ഓക്കെ ഡിയർ വൺ, ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് ഇയർ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പ്രാക്ടിക്കൽ എക്സാമിനേഷനെ കുറിച്ചാണ്. ഈ ഒരു വർഷത്തെ പ്രാക്ടിക്കൽ എക്സാമിനേഷനിൽ ചില ചേഞ്ചസ്, ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അതായത് നമ്മൾ തിയറി എക്സാമിനേഷൻ എഴുതുന്ന ടൈമിൽ ഫോക്കസ്ഡ് ഏരിയ എന്നൊരു ഏരിയ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടാണ് നമ്മൾ എക്സാം എഴുതിയത്. അതുപോലെ പ്രാക്ടിക്കൽ എക്സാമിനേഷനിലും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല ഈ ഒരു ഇയറിൽ. കാരണം നമുക്കറിയാം COVID-19 എന്ന ഈ ഒരു മഹാരോഗത്തിന്റെ ബേസിലാണ് നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഈസി ആവുന്ന രീതിയിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ പ്രാക്ടിക്കൽ എക്സാമിനേഷന് ഈ ഒരു വർഷം തന്നിട്ടുള്ളൂ. അത് തന്നിരിക്കുന്നത് ഈ ഒരു മെത്തേഡിലാണ്. C++ പ്രോഗ്രാം എന്ന സെക്ഷനിൽ നിന്ന് 4 പ്രോഗ്രാംസ്, അതുപോലെ HTML എന്ന സെക്ഷനിൽ നിന്ന് 4 പ്രോഗ്രാംസ്. ടോട്ടൽ നിങ്ങൾ ഈ ഒരു വർഷം പ്രാക്ടിക്കൽ എക്സാമിനേഷൻ പ്രിപ്പയർ ചെയ്യേണ്ട പ്രോഗ്രാംസ് ടോട്ടൽ എത്ര വരുന്നുള്ളൂ? 8 പ്രോഗ്രാംസേ വരുന്നുള്ളൂ. ഓക്കെ, അതിൽ C++ എന്ന സെക്ഷനിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ഏതുപോലുള്ള ക്വസ്റ്റ്യൻസ് ആണെന്ന് ജസ്റ്റ് നോക്കാം. 4 എണ്ണം. ഫസ്റ്റ് വൺ, if else സ്റ്റേറ്റ്മെന്റ് എന്ന സെക്ഷൻ നമുക്കൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ, അതുപോലെ മറ്റൊരു ക്വസ്റ്റ്യൻ വരുന്നത് സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് എന്നാണ്. ഓക്കെ, പിന്നെ ഒരെണ്ണം വരുന്നത് ഫോർ ലൂപ്പ് എന്ന ലൂപ്പ് സ്റ്റേറ്റ്മെന്റ് എന്നാണ്. അതുപോലെ നാലാമത്തെ സെക്ഷൻ വരുന്നത്, നാലാമത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ വരുന്നത് വൈൽ ലൂപ്പ് ആകാം അല്ലെങ്കിൽ ഡു വൈൽ ലൂപ്പ് ആകാം. ഓക്കെ, ഇങ്ങനെ ഈ 4 കാറ്റഗറിയിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും മെയിനത്ത് വരുന്നത് C++ പ്രോഗ്രാമിൽ നിങ്ങൾക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഈ 4 പ്രോഗ്രാംസ്, ഈ കാറ്റഗറിയിൽ വരുന്ന ഈ 4 പ്രോഗ്രാംസ് നമ്മൾ കറക്റ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കുക. ഓക്കെ, പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, പ്രോബ്ലം റിലേറ്റഡ് ടു അറേസ് ആൻഡ് ഫങ്ഷൻസ് ആർ ടു ബി എക്സ്ക്ലൂഡഡ്. അതായത് ഇതിനകത്ത് വരുന്ന പ്രോഗ്രാംസിൽ എന്ത് വരാൻ പാടില്ല? അറേ പ്രോഗ്രാംസോ അല്ലെങ്കിൽ ഫംഗ്ഷൻ പ്രോഗ്രാംസോ ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ ടെൻഷനും ഇല്ല. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് ഈ 4 പ്രോഗ്രാംസ് നിങ്ങൾ C++ ഡിസ്കസ് ചെയ്ത് പഠിക്കുക. ഓക്കെ, അതുപോലെ അടുത്ത 4 ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നത് HTML-നകത്താണ്. HTML-നകത്ത് വരുന്ന ഏതൊക്കെയാണെന്ന് ജസ്റ്റ് നോക്കാം നമുക്ക്. ഫസ്റ്റില് ഫീച്ചേഴ്സ് ലൈക്ക് ബാക്ക്ഗ്രൗണ്ട് കളർ, പേജിന്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ചേഞ്ച് ചെയ്യുക, ഇമേജ് കൊണ്ടുവരിക, ഹെഡിങ്സ് കൊടുക്കുക, അതുപോലെ ടെക്സ്റ്റ് ഫോർമാറ്റിംഗ്, ബോൾഡ് ആക്കാം, ഇറ്റാലിക് ആക്കാം, അതുപോലെ ഫോൺ ടാഗ് യൂസ് ചെയ്തിട്ട് ഇമേജ് ലോഡ് ചെയ്യുന്ന മെത്തേഡ്സ് വരുന്ന ഏതെങ്കിലും ഒരു പ്രോഗ്രാം വരാം. ഓക്കെ, അടുത്ത് വരുന്നത് 6th വൺ, യൂസേജ് ഓഫ് ഹൈപ്പർ ലിങ്ക് ആണ്. ഹൈപ്പർ ലിങ്ക് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പൊ ഹൈപ്പർ ലിങ്ക് എങ്ങനെ യൂസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഇനി അതുപോലെ വരുന്നതാണ് സിമ്പിൾ ലിസ്റ്റ്. അത് ഓർഡേഡ് ആവാം, അൺഓർഡേഡ് ലിസ്റ്റ് ആവാം. ഓക്കെ, ആൻഡ് ലാസ്റ്റ് വൺ, HTML വരുന്ന ലാസ്റ്റ് വൺ സിമ്പിൾ ടേബിൾ ആണ്. ടേബിളിനകത്ത് എന്തുണ്ടാവില്ല? റോസ് സ്പാനോ കോൾ സ്പാനോ ഉണ്ടാവില്ല. അപ്പൊ എന്ത് പറഞ്ഞാലും നമുക്ക് ഈ പ്രാക്ടിക്കൽ എക്സാമിനേഷനും ഒരുപാട് റിലാക്സേഷൻ ഉണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഈ 8 പ്രോഗ്രാംസ് നിങ്ങൾ വളരെ കറക്റ്റായിട്ട് പഠിച്ചു പോവുക, എന്നിട്ട് നന്നായിട്ട് എക്സാം എഴുതുക. ഓക്കെ, നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻസ് എന്താണ് ജസ്റ്റ് ഡിസ്കസ് ചെയ്ത് നോക്കാം. അതിൽ ഫസ്റ്റ് പോയിന്റ് പറഞ്ഞിരിക്കുന്നത്, ദി ഡ്യൂറേഷൻ ഓഫ് എക്സാമിനേഷൻ വിൽ ബി 3 hours വിത്ത് എ മാക്സിമം സ്കോർ 40. അതായത് നിങ്ങൾക്ക് എക്സാം എഴുതാൻ വേണ്ടി തരുന്ന സമയം മാക്സിമം 3 hours ആണ്. ഈ 3 hoursനകത്താണ് നിങ്ങൾ എക്സാം കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഈ ഒരു എക്സാം എത്ര സ്കോറിലുള്ളതായിരിക്കും? 40 സ്കോർ ആയിരിക്കും നിങ്ങൾക്ക് ടോട്ടൽ അവൈലബിൾ ആവുന്നത്. ഓക്കെ, അതാണ് ഫസ്റ്റ് പോയിന്റ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, then സെക്കൻഡ് പോയിന്റ് പറഞ്ഞിരിക്കുന്നത്, ദി ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റർ ഓഫ് ദി പ്രാക്ടിക്കൽ ഇവാലുവേഷൻ ഷുഡ് എൻഷുർ that all the questions included in the question paper strictly belong to the above listed programs. ഒന്നുമില്ല, നിങ്ങൾക്ക് തരുന്ന ക്വസ്റ്റ്യൻസ് തീർച്ചയായിട്ടും മുകളിൽ പറഞ്ഞ ലിസ്റ്റ് പ്രകാരം മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. പുറമേ നിന്നൊരു ക്വസ്റ്റ്യൻസും ഉണ്ടായിരിക്കില്ല എന്ന ഒരു നിർദ്ദേശമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ദ നെക്സ്റ്റ് വൺ, പ്രാക്ടിക്കൽ ഇവാലുവേഷൻ വിൽ ബി കണ്ടക്ടഡ് ഇൻ ബാച്ചസ്. പ്രാക്ടിക്കൽ ഇവാലുവേഷൻ കണ്ടക്ട് ചെയ്യുന്ന ഏത് രീതിയിലാണ്? ബാച്ചുകളായിട്ടാണ്. The maximum number of students in each batch is limited to 15. ഓരോ ബാച്ചിലും സ്റ്റുഡൻസിന്റെ എണ്ണം ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. എത്രയായിരിക്കും? 15 ആയിരിക്കും. ഓരോ ബാച്ചിലും 15 സ്റ്റുഡൻസ് ആയിരിക്കും എക്സാം എഴുതുന്നത്. ഓക്കെ, ദ നെക്സ്റ്റ്, എ സ്റ്റുഡന്റ് ഷുഡ് ബി ഗിവൻ 2 questions
ഒരു കുട്ടിക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻസ് എത്ര ആയിരിക്കും? 2 ക്വസ്റ്റ്യൻ ആയിരിക്കും. ആ 2 ക്വസ്റ്റ്യനും അയാൾ അറ്റൻഡ് ചെയ്യണം. അതായത് ഒരു ക്വസ്റ്റ്യൻ വരുന്നത് C++ നിന്ന്, ഒരു ക്വസ്റ്റ്യൻ വരുന്നത് HTML എന്നാണ്. അപ്പോൾ ഒരു കുട്ടി ചെയ്യേണ്ട പ്രോഗ്രാം, അതായത് ക്വസ്റ്റ്യൻ എത്ര അറ്റൻഡ് ചെയ്യണം? 2 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യണം. 1 ഫ്രം C++ പ്രോഗ്രാം ആൻഡ് അനദർ 1 HTML പ്രോഗ്രാം. ഓക്കെ, ഈ രീതിയിലാണ് നിങ്ങൾ എക്സാം എഴുതുന്നത്. ഇത്രയും പ്രോഗ്രാംസ് എവിടുന്നേ ചോദിക്കുകയുള്ളൂ? മുകളിൽ തന്ന ലിസ്റ്റിൽ മാത്രമേ ചോദിക്കുകയുള്ളൂ. ഓക്കെ, അപ്പൊ അത്രയും നിങ്ങൾ ആ പ്രോഗ്രാംസ്, മുകളിൽ തന്ന പ്രോഗ്രാംസ് മാത്രം നിങ്ങൾ കറക്റ്റായിട്ട് പഠിച്ചു പോകുക. ഓക്കെ, ഇനി അതിന്റെ സ്കോർ ഡിസ്ട്രിബ്യൂഷൻ ആണ്. എങ്ങനെയാണ് സ്കോർ ഡിസ്ട്രിബ്യൂഷൻ? ഞാൻ പറഞ്ഞു 2 സെക്ഷനാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്, HTML സെക്ഷനിൽ നിന്നും അതുപോലെ C++ സെക്ഷനിൽ നിന്നും. ഓക്കെ, C+ സെക്ഷനിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരികയാണെന്ന് വെച്ചാൽ സ്കോർ ഡിസ്ട്രിബ്യൂഷൻ ഇങ്ങനെയാണ്. അതായത് ലോജിക്, നിങ്ങൾ C++ പ്രോഗ്രാമിന് കറക്റ്റ് ലോജിക് യൂസ് ചെയ്ത് അല്ലെങ്കിൽ പ്രൊസീജിയർ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് എത്രയായിരിക്കും? 10 സ്കോർ ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, അതുപോലെ അതിന് ഔട്ട്പുട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ, കറക്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്ത് നിങ്ങൾക്ക് കറക്റ്റ് ഔട്ട്പുട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ 7 സ്കോർ അവൈലബിൾ ആകും. ഓക്കെ, അതുപോലെ HTML സെക്ഷനിൽ കറക്റ്റ് കോഡിംഗ് ഉണ്ടെങ്കിൽ, ഡിസൈനിങ് ഉണ്ടെങ്കിൽ 10 സ്കോറും, അത് എക്സിക്യൂട്ട് ചെയ്തു കറക്റ്റായിട്ട് വെബ് പേജ് പോലെ തന്നെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് 7 സ്കോറും കിട്ടുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്ത് വരുന്ന 3ാമത്തെ പോയിന്റ് വരയ്ക്കുന്നത് വൈവ ആണ്. അത് വൈവ മീൻസ് നിങ്ങൾ ചെയ്ത പ്രോഗ്രാമിനെ ബേസ് ചെയ്തിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു. നിങ്ങൾ അതിന് കറക്റ്റായത് അനുസരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര സ്കോർ കിട്ടുന്നുണ്ട്? 2 സ്കോർ കിട്ടുന്നുണ്ട്. ഓക്കെ, അതാണ് വൈവ. നിങ്ങൾ ചെയ്ത സെക്ഷനിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസേ ഉണ്ടായിരിക്കുള്ളൂ. ഓക്കെ, ദെൻ നെക്സ്റ്റ് പ്രാക്ടിക്കൽ ലോഗ് ബുക്കാണ്. അതായത് നമ്മുടെ റെക്കോർഡ് ബുക്ക്. റെക്കോർഡ് ബുക്ക് കറക്റ്റായിട്ട് നിങ്ങൾ കീപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് ഇന്റേണൽ തന്നിരിക്കുന്ന പ്രോഗ്രാംസ് മുഴുവൻ നിങ്ങൾ കറക്റ്റായിട്ട് നമ്പർ ഇട്ട് കറക്റ്റായിട്ട് ഇന്റേണലിനെ കൊണ്ട് സൈൻ ചെയ്ത് എല്ലാം പക്കയായിട്ട് റെഡിയാക്കി വെച്ച് സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര സ്കോർ ചെയ്യാം? 4 സ്കോർ നിങ്ങൾക്ക് നേടാൻ സാധിക്കും. ഓക്കെ, പിന്നെ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ടോട്ടൽ വരുന്ന സ്കോർ എത്രയാണ്? 40 ആണ്. ഓക്കെ, ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി നിങ്ങൾ എക്സാം ഹാളിൽ കയറി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്ന കാര്യമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ശ്രദ്ധിക്കുക. ഓക്കെ, എക്സാം ഹാളിൽ കയറുന്നതിന് മുന്നേ നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ പ്രാക്ടിക്കൽ റെക്കോർഡ് ബുക്ക് വേണം, ഹാൾ ടിക്കറ്റ് വേണം, അതുപോലെ എക്സാം എഴുതാനുള്ള പേന, പെൻസിൽ, സ്കെയിൽ എന്നിവ നിർബന്ധമായും നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, എക്സാം ഹാളിൽ കയറിയ ഉടനെ നിങ്ങൾ ഇൻവിജിലേറ്ററിന്റെ അടുത്ത ടാബിൽ നിങ്ങളുടെ റെക്കോർഡ് പ്ലേസ് ചെയ്യുക, റെക്കോർഡ് വെക്കുക. റെക്കോർഡ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പറും അതിനു കൂടെ ആൻസർ ഷീറ്റും നിങ്ങൾക്ക് തരും. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ 2 ക്വസ്റ്റ്യൻസ് ടിക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. അതായത് ഒരു ക്വസ്റ്റ്യൻ C++ലും ഒരു ക്വസ്റ്റ്യൻ HTML സെക്ഷനിലും, അങ്ങനെ 2 ക്വസ്റ്റ്യൻസ് നിങ്ങൾ ടിക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഈ ടിക്ക് ചെയ്ത ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത്. ഓക്കെ, മനസ്സിലാക്കി നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ അവൈലബിൾ ആവുന്നു, അതുപോലെ ആൻസർ ഷീറ്റ് അവൈലബിൾ ആവുന്നു എക്സാം ഹാളിൽ കയറി കഴിഞ്ഞാൽ. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ടിക്ക് ചെയ്ത 2 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. C++ ഒരെണ്ണം ടിക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും ആൻഡ് HTML മറ്റൊരു ക്വസ്റ്റ്യൻ ടിക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. ഈ 2 ക്വസ്റ്റ്യനാണ് നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത്. ഓക്കെ, നിങ്ങൾക്ക് സാറ് നിർദ്ദേശം തരും, ഇന്ന ടാബിളിൽ പോയിരിക്കും, ഇന്ന സെക്ഷനിൽ പോയിരിക്കും എന്ന് പറയും. ഓക്കെ, അപ്പൊ നിങ്ങൾ ആ സെക്ഷനിൽ പോയിരിക്കുക. പോയതിനു ശേഷം നിങ്ങൾക്ക് കിട്ടിയ ക്വസ്റ്റ്യൻ നിങ്ങളുടെ ആൻസർ ഷീറ്റിലേക്ക് പകർത്തുക. ഫസ്റ്റ് കിട്ടിയിരിക്കുന്നത് നിങ്ങൾക്ക് C++ പ്രോഗ്രാം ആയിരിക്കും. അതിൽ ഏതാണോ നിങ്ങൾക്ക് ടിക്ക് കിട്ടിയിരിക്കുന്നത് ആ ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് ചെയ്യാം? ആൻസർ ഷീറ്റിലേക്ക് പകർത്തുന്നത്. ഓക്കെ, പകർത്തിയതിനു ശേഷം പ്രൊസീജിയർ എന്ന ഹെഡിങ് കൊടുത്തിട്ട് ആ പ്രോഗ്രാമിന്റെ നിങ്ങൾക്ക് കിട്ടിയ ക്വസ്റ്റ്യന്റെ പ്രോഗ്രാം കോഡ് നിങ്ങൾ പ്രൊസീജിയറിന് താഴെ എഴുതുക. അതായത് നിങ്ങൾ പഠിച്ചു വന്ന പ്രോഗ്രാം കോഡ്, ആ ക്വസ്റ്റ്യന്റെ പ്രോഗ്രാം കോഡ് നിങ്ങൾ എന്ത് ചെയ്യാം? പ്രൊസീജിയർ എന്ന് എഴുതിയതിനു ശേഷം താഴെ എഴുതുക. എഴുതി പ്രൊസീജിയർ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു, പ്രോഗ്രാം കോഡ് എഴുതി കഴിഞ്ഞു, നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു ആൻസർ ഷീറ്റ് ഇൻവിജിലേറ്റർ കാണിക്കുക. ഓക്കെ, ഇൻവിജിലേറ്റർ അത് നോക്കി ക്ലിയർ ആണെങ്കിൽ, തെറ്റുകളൊന്നും ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ഒരു സിസ്റ്റം ആലോചിച്ച് ചെയ്യും. ആ സിസ്റ്റത്തിൽ പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം? ഈ പ്രോഗ്രാം കോഡ് ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്ത് കറക്റ്റാണെന്ന് തോന്നിയാൽ നിങ്ങൾ എന്ത് ചെയ്യാം? എക്സിക്യൂട്ട് ചെയ്യുക. എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഔട്ട്പുട്ട് അവൈലബിൾ ആകും. ഈ ഔട്ട്പുട്ട് നിങ്ങൾ ഇൻവിജിലേറ്ററെ വിളിച്ച് കാണിച്ചു കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇൻവിജിലേറ്റർ വരും, നിങ്ങളുടെ ഔട്ട്പുട്ട് നോക്കും.
ഓക്കെ, ഇനി C++ പ്രോഗ്രാം തീർന്നു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഏതാണ്? HTML നിങ്ങൾക്ക് കിട്ടിയ രണ്ടാമത്തെ പ്രോഗ്രാമാണ്. ഓക്കെ, ആ ടിക്ക് ചെയ്ത പ്രോഗ്രാം വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യാം? നിങ്ങളുടെ ആൻസർ ഷീറ്റിലേക്ക് പകർത്തുക. ആൻസർ ഷീറ്റിൽ പകർത്തിയ ശേഷം പ്രൊസീജിയർ എന്ന് എഴുതിയതിനു ശേഷം അതിന് താഴെ ആ ക്വസ്റ്റിന്റെ HTML കോഡ് റൈറ്റ് ചെയ്യുക. ഓക്കെ, റൈറ്റ് ചെയ്ത ശേഷം കംപ്ലീറ്റ് ആണ്, ക്ലിയർ ആണ്, എല്ലാം തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യാം? വീണ്ടും ഇൻവിജിലേറ്റർ കാണിക്കുക. ഓക്കെ, ഇൻവിജിലേറ്റർ അത് നോക്കി കറക്റ്റ് ആണെങ്കിൽ വീണ്ടും എന്ത് ചെയ്യും? നിങ്ങൾക്ക് വീണ്ടും സിസ്റ്റം തരും. ആ സിസ്റ്റത്തിൽ പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം? HTML കോഡ് ടൈപ്പ് ചെയ്യുക. HTML കോഡ് ടൈപ്പ് ചെയ്ത് കറക്റ്റ് ആണ്, ക്ലിയർ ആണ്, എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം? എക്സിക്യൂട്ട് ചെയ്യാം. എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഔട്ട്പുട്ട് അവൈലബിൾ ആവുന്നു. ഈ ഔട്ട്പുട്ട് ഇൻവിജിലേറ്റർ വിളിച്ച് കാണിച്ചു കൊടുക്കുക. ഓക്കെ, അപ്പം ഇൻവിജിലേറ്റർ വരും, നിങ്ങളുടെ ഔട്ട്പുട്ട് നോക്കും, ശരിയാണോ തെറ്റാണോ എന്ന് നോക്കുന്നു. ഓക്കെ, ഈ ഒരു രീതിയാണ് നിങ്ങൾ അത്രയും ഫോളോ ചെയ്യേണ്ടത്. ഓക്കെ, എല്ലാം തീർന്നു കഴിഞ്ഞാൽ നിങ്ങൾ 1 by 1 ആയിട്ട് ഇൻവിജിലേറ്റർ വൈവേക്ക് വിളിക്കും. വൈവേ മീൻസ് നമ്മൾ പറഞ്ഞു, നിങ്ങൾക്ക് തന്ന ക്വസ്റ്റ്യൻ, കിട്ടിയ ക്വസ്റ്റ്യനെ ബേസ് ചെയ്തിട്ട്, പ്രോഗ്രാം കോഡിനെ ബേസ് ചെയ്തിട്ട് ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു. അതിന് നിങ്ങളുടെ ആൻസർ വളരെ കറക്റ്റായിട്ട് ക്ലിയർ ആയിട്ട് പറയുക. ഓക്കെ, ഇത്രയാണ് പ്രാക്ടിക്കലിനെ കുറിച്ച് ബേസിക് ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് നമ്മുടെ പ്രോഗ്രാംസ് ഏതൊക്കെയാണ്, എങ്ങനെയൊക്കെ വരുന്നത്, ആ പ്രോഗ്രാംസിനെ കുറിച്ച് നമ്മൾ വീണ്ടും ഡിസ്കസ് ചെയ്യാൻ പോകുന്ന. ഓക്കെ.